നമസ്കാരം, എല്ലാവർക്കും ഐറാസ് പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഗർസോപ്പിന്റെ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ നയിക്കുന്നത് വരെ ഈ ഗർസോപ്പ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഇൻസ്റ്റ തുറന്നാലോ വാട്സപ്പ് തുറന്നാലോ ഈവൻ ഫേസ്ബുക്ക് എല്ലായിടത്തും എല്ലാ സെലിബ്രിറ്റീസും ഈ ഗർസോപ്പിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. സത്യത്തിൽ എന്നെ അലട്ടുന്നത് അതൊന്നുമല്ല, ഈ സോപ്പിന്റെ റേറ്റ് ആണ്. ആക്ച്വലി ഇതിന് 220 രൂപയാണ്. നമ്മൾ ഈ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ സെയിൽ വാങ്ങിക്കുവാണെങ്കിൽ 180-190 റുപ്പീസിനൊക്കെ ഇത് കിട്ടുന്നുണ്ട്. സത്യത്തിൽ ആ സെലിബ്രിറ്റീസ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണോ അവർ ഈ പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടോ കൂട്ടുകാരെ? സത്യത്തിൽ ഈ സോപ്പ് അത്രയും പൈസ കൊടുത്ത് വാങ്ങാനായിട്ടുള്ളതുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ ഈ ഡൗട്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഐ ഹോൾഡ് എ PhD ഇൻ റെഡ്യൂസിങ് ദ ബോഡി ടാൻ എന്ന് പറയുന്നത്. സത്യത്തിൽ ടാനൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്നോർത്താണ് ഞാനും ഇത് പർച്ചേസ് ചെയ്തത്. പക്ഷെ ഇത്രയും വലിയൊരു അബദ്ധം എനിക്ക് പറ്റാനില്ല. ഈ സോപ്പിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. സത്യത്തിൽ അത് സത്യമാണോ? എനിക്ക് തോന്നുന്നില്ല. എൻ്റെത് ഒരു നോർമൽ സ്കിന്നാണ്, പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. പുള്ളി ഈ സോപ്പ് യൂസ് ചെയ്തിട്ട് എന്നെ പറയാത്ത ചീത്തയൊന്നുമില്ല ഗൈസ്. ഈ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കിൻ പിന്നെയും ഡ്രൈ ആയി. ഇതും കൊണ്ട് ടാൻ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരേ കംപ്ലൈൻറ്റ്. അപ്പം ഞാനും ഒന്ന് യൂസ് ചെയ്ത് നോക്കി, എനിക്കും ടാൻ ഒന്നും പോകുന്നില്ല. സത്യത്തിൽ എന്തിനാണ് ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കാണുന്ന പോലെ ഈ സോപ്പിന് 2 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കളറുള്ള ഈ സൈഡാണ് കൂടുതലായിട്ട് ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് വെച്ച് ഉരച്ചാലാണ് ടാൻ പോവുക എന്നാണ് അവർ ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണിക്കുന്നത്. സത്യത്തിൽ ഇത് നല്ല ഹാർഡാണ്, ഒരു സ്ക്രബ് എഫക്റ്റ് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഉരച്ച് നമ്മുടെ സ്കിൻ പോകുമല്ലാതെ ടാൻ പോയതായിട്ട് ഞാൻ കണ്ടില്ല. അതുപോലെ ഇതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, സോപ്പി നേച്ചർ ആണ്. അത് നമ്മൾ എന്തോരം ഉരയ്ക്കുന്നു അതുപോലെ നല്ല പത വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് ഇത് അധികം നേരം നമ്മൾ വെള്ളത്തിൽ ഇടരുതെന്ന്. നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് അലിഞ്ഞു തീരും, പിന്നെ ഒട്ടും വെർത്തും ആയിരിക്കില്ല. ഈ 220 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് കളയാന്ന് പറയുന്നത് അത് നമുക്ക് ഓർക്കാനൂടെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നവരെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ സോപ്പ് പൊട്ടിയുടെ അടിയിൽ നല്ല ഹോൾസ് ഉള്ള കൂട്ട് സോപ്പ് പൊട്ടിയിൽ ഈ സോപ്പ് സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാശ്. നോർമൽ സ്കിൻ ഉള്ള ഒരാൾ പോലും ഈ സോപ്പ് യൂസ് ചെയ്താൽ അവരുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവുന്നു. ഞാനിത് യൂസ് ചെയ്തിട്ട് പിന്നെ അത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ യൂസ് ചെയ്താൽ മാത്രമാണ് പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് പഴയതുപോലെ സോഫ്റ്റ് ആവത്തുള്ളൂ. പിന്നെ വേറൊരു കോമഡി എന്ന് പറയുന്നത്, ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഈ സോപ്പ് ഇങ്ങനെ സ്മെല് ചെയ്തിട്ട് വാവ് എന്തൊരു സ്മെല്ലെന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? അയ്യോ, അതാണ് ഏറ്റവും രസം. ഇതിനൊരുമാതിരി പുകയിലയുടെ സ്മെല്ലാണ്. ഇത് നമുക്ക് ഒട്ടും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സ്മെല്ല്. ഒരു നോർമൽ ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ സോപ്പിന്റെ സ്മെല്ല് ഇഷ്ടമാവത്തില്ല. ഇപ്പൊ നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തയാൾ ആ ബാത്റൂം യൂസ് ചെയ്യുമ്പം അവരൊന്നെങ്കിൽ നമ്മളോട് ചോദിക്കും, നീ ഇതിൻ്റെ അകത്ത് നിന്ന് പുക വലിച്ചോ, ഇല്ലെങ്കിൽ നീ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ? ഞാനിത് പലപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചായിരുന്നു. ബട്ട് അതുപോലത്തെ ഒരു ബാഡ് സ്മെല്ലാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സോപ്പിന്റെ സ്മെല്ലാണെന്ന്. പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ സോപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ എന്തായാലും നമ്മൾ 220 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ അത് കുറച്ച് നാളേലും യൂസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പൈസ പോയത് മിച്ചം. ഈ സോപ്പ് ആയുർവേദ പ്ലസ് സയൻസിന്റെ കോമ്പിനേഷനിൽ ഉണ്ടായതായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ എനിക്കൊരിക്കലും തോന്നുന്നില്ല ആയുർവേദ അതൊരു നല്ല സയൻസ് ആണ്. അവിടെ ഒരിക്കലും ഇത്ര ബാഡ് എഫക്റ്റ് വരുന്ന ഒരു സോപ്പിന്റെ നിർമ്മാണം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നുമില്ല. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. Until then, thanks for watching. Please do subscribe my channel.